ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഒരു സമയം ഏകദേശം രാവിലെ 6:30 ആയിട്ടോ. ഇവിടുത്തെ ബ്രാംപ്ടണിലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഗുരുവായൂർ അമ്പലം. അപ്പോൾ ഇതാ അമ്മ, അജയ്, അനന്തു, ഏട്ടൻ, വാവ അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മഴയുണ്ട് ഇന്ന് മഴ ദിവസം തോന്നുന്നു. ഇത് ബ്രാംപ്ടണിലാണ് കേട്ടോ. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 26 മിനിറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ കേട്ടോ. അങ്ങനെ കാനഡയിലെ അമ്പലത്തിലെത്തി നമ്മൾ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ കാനഡയിലെ ഗുരുവായൂർ അമ്പലം. പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൻ്റെതായ ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ അകത്തേക്ക് കയറുകയാണ്. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കിട്ടുന്നു. ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറച്ച് ഡൊണേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ടേബിൾ, അതേപോലെ തന്നെ താഴേക്കൊരു ബേസ്മെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളൊരു ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ അകത്തേക്ക് കിടക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ ഒരു അടിപൊളി നെറ്റിപ്പട്ടം ചാർത്തിയ ഒരു ആനയുടെ രൂപമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നാട്ടിലൊരു അമ്പലത്തിൻ്റെ ഫീലിനല്ലേ കിട്ടിയത്? നമുക്കങ്ങനെ കിട്ടിയത്. സത്യം പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ ഏതോ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയൊരു പ്രതീതിയാണ്. അവിടെ ഒരു സൈഡിൽ പൂജാരി നിന്നിട്ട് ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ പ്രസാദം ഉണ്ടാക്കുന്നു, പായസം ഉണ്ടാക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു അമ്പലത്തിൽ അതേ ഫീലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. എന്തായാലും ഇവിടെ വന്നത് ഭയങ്കര വേർത്തായിട്ട് തന്നെ നമുക്ക് തോന്നി. വിഗ്രഹങ്ങളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ വഴിപാട് കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലത്തെ പോലെ തന്നെ പുഷ്പാഞ്ജലികളും അതുപോലെ തന്നെ ഉണ്ണിയപ്പം പ്രസാദമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം അതുപോലെ തന്നെ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചു. പുഷ്പാഞ്ജലി ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണോ കൊടുക്കാൻ തോന്നുന്നത് അത്ര നമുക്ക് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൈസ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. പക്ഷേ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടാൻ ലേറ്റ് ആവും. നമ്മൾ ഓൾറെഡി 3 റൗണ്ട് വലം വെച്ചതിന് ശേഷം പിന്നെയും ടൈം എടുക്കുന്നു കണ്ടപ്പോൾ നമ്മളത് 5 റൗണ്ട് വലം വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിന് നോക്കി കണ്ടത്. കാരണം നമ്മുടെ നാടും വീടും വിട്ട് നമ്മൾ ഇത്രയും ദൂരെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അതേ ഫീലിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ അമ്പലം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായെന്നാണ് കേട്ടോ അവിടുത്തെ ഒരു അങ്കിൾ പറഞ്ഞത്. സംഭവം എന്തായാലും ഇവിടെ ഉത്സവങ്ങളും അതുപോലെ തന്നെ തുലാഭാരം നടത്താനുള്ളതുണ്ട്. ഒരു മണ്ഡപത്തിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടിലത്തെ അതേ ഒരു ഫീല് എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നി അങ്ങോട്ടേക്കും. നമ്മൾ പോണേൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇവിടെ കയറിയത്. അപ്പോൾ അവിടെ മഞ്ചാടിക്കുരുവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അവളെ കൊണ്ട് മഞ്ചാടിക്കുരുവൊക്കെ വാരിപ്പിക്കായിരുന്നു. നാട്ടിലത്തെ പോലെ തന്നെ ഇത് അവിടെ ദക്ഷിണകളിടാനും അങ്ങനത്തെ സെയിം സെറ്റപ്പും. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറഞ്ഞ് മതിയാവുന്നില്ല. കാരണം ഞാനിപ്പോൾ ദുബായിലാണെങ്കിലും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മളെ എക്സാക്ട്ലി നാട്ടിലൊരു അമ്പലത്തിൽ ചെന്ന് പെട്ട അതേ ഒരു ഫീലും അതേ ഒരു അറ്റ്മോസ്ഫിയറും നമുക്ക് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രസാദമൊക്കെ തന്നു. നമ്മൾ ചന്ദനം പ്രസാദമൊക്കെ തൊട്ടു. പിന്നെ അച്ചായിക്ക് പരിചയം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പൂജാരിനെ വേറെ ആരോ വഴി. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ വീടും എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ഉണ്ണിയപ്പം, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതായിരുന്നു വഴിപാട് കൗണ്ടറൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ വിളക്ക്, അതുപോലെ തന്നെ ഓരോ വിഗ്രഹങ്ങളൊക്കെ കൃഷ്ണൻ്റെ രൂപങ്ങളൊക്കെ വിൽക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. മുണ്ട്, സാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അതുപോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ പ്രസാദം. നമ്മൾ അരവണ പായസം കൂടി കഴിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അരവണ പായസം കിട്ടി നമുക്ക്. അതുപോലെ തന്നെ ഉണ്ണിയപ്പം കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നമുക്ക് അരി അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പ്രസാദമില്ലേ അതുപോലെ തന്നെ ആ ഒരു ഫീല്. അപ്പോൾ നമ്മൾ അവൾക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ തൊഴുത് നല്ലൊരു ഫീലായിരുന്നു. ശരിക്കും അമ്പലത്തിൻ്റെ ഫീലും നന്നായി തൊഴാനും പറ്റി. തിക്കും തിരക്കൊന്നുമില്ലായിരുന്നു. ഇത് ജൂൺ മാസത്തിൽ എന്തോ ആണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ്. എക്സാക്ട്ലി എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് അവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളുടെ അവിടെ നിന്ന് ഇറങ്ങി പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ ആദ്യം ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ചത്. പിന്നെ ടേസ്റ്റ് കാരണം ഒരു പാക്കറ്റും കൂടി പോയി വാങ്ങി. അപ്പോൾ ചേച്ചിക്കും അവർക്കൊക്കെ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ മഴ നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും മൂടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അവൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. അവളവിടെ ഓടി നടക്കാനാണ് നോക്കിയത്.
അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ നമ്മൾ സഡൻലി പ്ലാൻ മാറ്റി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഗുരുദ്വാരയിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നൊരു 10 to 12 മിനിറ്റ്സ് എന്തോ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ അകത്തേക്ക് കയറുകയാണ്. ആക്ച്വലി എനിക്ക് സ്കേർട്ട് ഇട്ട് കയറാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് ടൈമാണ്, നമുക്കറിയാത്തതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ തലയിൽ കെട്ടാനായിട്ട് ടവൽസും സംഭവങ്ങളൊക്കെ അവർ ഓൾറെഡി അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് അതൊക്കെ കെട്ടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അകത്ത് കയറിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പ്രസാദം വാങ്ങണം. എന്നിട്ട് തിരിച്ച് വന്ന് ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പോലെ ദുബായിൽ ഒരു വട്ടം പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനും അമ്മയും സ്ത്രീകൾക്ക് വേറെ സൈഡ്, ആണുങ്ങൾക്ക് വേറെ സൈഡാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്ലേറ്റ് എടുത്തുള്ളൂ. അപ്പോൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 2 പ്ലേറ്റ് എടുത്തുള്ളൂ. ചായ അമ്മയും കഴിച്ചു, നമ്മളും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ വയസ്സായവർക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു ടേബിളുണ്ട്. ബാക്കി എല്ലാവരും നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. സംഭവം ഇവരുടെ ട്രഡീഷനും ഇതൊക്കെ കാണാൻ പറ്റിയത് എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. അതിനുശേഷം നമ്മളിതാ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്കും മഴ വീണ്ടും ചെറുതായിട്ട് പെയ്തു തുടങ്ങിയായിരുന്നു. കുറച്ച് ഷോർട്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റുമല്ലെന്ന്. അത് കാരണം ഞാൻ അധികം എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ പ്രസാദം കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.